ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം 18-ാം സങ്കീർത്തനം 35-ാം വാക്യം. നിന്റെ സൗമ്യത എന്നെ വലിയവനാക്കിയിരിക്കുന്നു. ഒരു ദിവസം പൂക്കളുടെ മാലാഹ, ആ മാലാഹയുടെ കർത്തവ്യത്തിൽപ്പെട്ട കാര്യമായിരുന്നു പൂക്കളെ അലങ്കരിച്ച് നിർത്തുക എന്നത്. ഒരു റോസാ ചെടിയുടെ തണലിൽ ആ മാലാഹ കിടന്നുറങ്ങി. ഉറക്കത്തിൽ നിന്നും ഉണർന്ന് ഉന്മേഷവാനായി ആ മാലാഹ റോസിനോട് മന്ത്രിച്ചു, എൻ്റെ സംരക്ഷണയിലുള്ള വത്സലമായ വസ്തുവേ, എല്ലായിടവും അഴകായിരിക്കുമ്പോൾ കൂടുതൽ അഴകുള്ള പുഷ്പമേ, നിന്റെ സുഖശീതള തണലിനായി എന്തു വേണമെന്ന് ചോദിക്കൂ, അത് നിനക്ക് ഉണ്ടാകും. വേറൊരു പ്രസാദവും കൂടെ തനിക്ക് ആവശ്യമുണ്ടെന്ന് ആ റോസാ ചെടി പറഞ്ഞു. ആ പുഷ്പത്തിനില്ലാത്ത എന്തു പ്രസാദമാകുന്നു ഇനിയും തൻ്റെ കൈവശം അതിനെ അണിയിക്കുവാനായിട്ടുള്ളത് എന്ന് മാലാഹ ആലോചിച്ചു. അപ്പോൾ പച്ച പായൽ കൊണ്ടുള്ള ഒരു മുഖംമൂടി എടുത്ത് ആ പുഷ്പറാണിയെ ആ മാലാഹ അണിയിച്ചു. അപ്പോൾ അതെല്ലാ റോസാ പുഷ്പങ്ങളിലും വെച്ച് ഏറ്റവും മനോഹരമായ മോസ്റോസ് എന്ന കരൾ കവരുന്ന മനോഹര പുഷ്പമായി രൂപാന്തരപ്പെട്ട് തലകുനിച്ചു നിന്നു. ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിക്ക് ക്രിസ്തുവിനെ പോലെ തന്നെ ഇരിക്കുന്നവനായാലും ശരി, തൻ്റെ സ്വഭാവത്തിന് പുതിയൊരു കാന്തി വേണമെന്ന് എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കണം. സ്വഭാവത്തിന് മാറ്റുകൂട്ടുന്ന പുതിയൊരു സവിശേഷത സൗമ്യതയാകുന്നു. എല്ലാ സുഭകതയും മകുടം ചൂടിക്കുന്നത് സൗമ്യതയാകുന്നു. എല്ലാ ക്രിസ്തീയ ഗുണങ്ങളിൽ വെച്ച് ക്രിസ്തീയമായതും സൗമ്യതയാണ്. എല്ലാ മനുഷ്യഹൃദയങ്ങളും ആർദ്രതയ്ക്കായി വാഞ്ചിക്കുന്നു. നാം സ്നേഹത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. സ്നേഹിക്കുവാൻ വേണ്ടി മാത്രമല്ല, സ്നേഹിക്കപ്പെടുവാനും. കാഠിന്യം നമ്മെ വ്രണപ്പെടുത്തുന്നു. അതിശൈത്യം പൂക്കളെ നശിപ്പിക്കുന്നത് പോലെ സൗമ്യതയില്ലായ്മ നമ്മുടെ മൃദുപ്രകൃതത്തെ പരുഷമായി സ്പർശിക്കും. എല്ലാ നന്മകളുടെയും വളർച്ചയെ അത് മുരടിപ്പിക്കും. സൗമ്യത നമ്മുടെ ജീവിതങ്ങൾക്ക് ആനന്ദദായകരമായ വസന്തം പോലെയാണ്. അതിൻ്റെ ചൂടുള്ള പോഷകപ്രദമായ സ്വാധീനശക്തി നമ്മിലുള്ള സൗന്ദര്യത്തെ വളർത്തുന്നു. മൃദുലമായി കൈകാര്യം ചെയ്യപ്പെടേണ്ട പ്രത്യേക ആവശ്യമുള്ള അനേകം ആളുകളുണ്ട്. നമുക്ക് ചുറ്റുമുള്ളവർ എന്തെല്ലാം രഹസ്യഭാരങ്ങളാണ് പേറുന്നതെന്നോ, നാമുമായി എന്നും ഇടപെടുന്നവർ എന്തെല്ലാം നീറിപ്പുകയുന്ന മറഞ്ഞിരിക്കുന്ന ദുഃഖങ്ങളാണ് ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നതെന്നോ നമുക്ക് അറിയുവാൻ കഴിയുകയില്ല. എല്ലാ സങ്കടങ്ങളും വിലാപത്തിൻ്റെ അങ്കി പുറമേ ധരിക്കണമെന്നില്ല. പ്രസാദമുള്ള മുഖങ്ങൾ പലപ്പോഴും ഭാരമുള്ള ഹൃദയങ്ങളെ മറയ്ക്കുന്നു. പലരും കരുണയ്ക്കായി ശബ്ദമുയർത്തി കേഴുന്നില്ലെങ്കിലും തീർച്ചയായും അവർക്കതിൻ്റെ ആവശ്യമുണ്ട്. അവർക്ക് കരുണ ആവശ്യമുണ്ടെങ്കിലും അതിനായി അഭ്യർത്ഥിക്കാതെ ഹൃദയഭാരം കൊണ്ട് കുനിഞ്ഞു പോകുന്നു. അങ്ങനെയുള്ള ആഗ്രഹം ഒരു ബലഹീനതയല്ല. നമ്മുടെ ഗുരു തന്നെ തൻ്റെ കഠിന ദുഃഖത്തെ അനുഭവിക്കുന്ന സമയത്ത് സ്നേഹത്തിൻ്റെ പ്രകാശനത്തെ കാംക്ഷിച്ചു. എന്നും അവൻ്റെ ശിഷ്യന്മാർക്ക് അതിന് പ്രതികരിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ അവൻ്റെ ഹൃദയം എത്ര ശോചനീയമാംവിധം വേദനപ്പെട്ടു എന്നും നാം ഓർക്കുന്നു. പ്രിയമുള്ളവരെ, സൗമ്യത കാണിക്കുന്നതിൽ നാം ഒരിക്കലും തളർന്നു പോകരുത്. ഒരു കാലത്തും അത് അസ്ഥാനത്താകുകയില്ല. അത് സ്വാഗതാർഹമല്ലാത്ത ഒരു സ്ഥലവും ഇല്ല. അത് ആരെയും ഉപദ്രവിക്കുന്നില്ല. ചിലരെയെങ്കിലും നിരാശയിൽ നിന്ന് രക്ഷിക്കും. നമ്മുടെ കർത്താവ് ക്രൂശിക്കപ്പെടുവാനായി കൊണ്ടുപോകുമ്പോൾ ശത്രുക്കളുടെ പഴിയും ദുഷിയും ആക്ഷേപവും ഒക്കെ ഏറ്റപ്പോഴും കർത്താവിൻ്റെ നിലപാട് സൗമ്യതയോടുകൂടി ആയിരുന്നു എന്ന് നാം എല്ലായ്പ്പോഴും ഓർക്കുന്നുണ്ടല്ലോ. ആ സൗമ്യതയിലേക്ക് നമുക്കും നടന്നു ചെല്ലുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്നത്തെ വചനകേൾവിയിലൂടെ നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അങ്ങയുടെ സൗമ്യത ഞങ്ങളെ വലിയവനാക്കിയിരിക്കുന്നു എന്നുള്ള വലിയ ദൃഢവിശ്വാസം കർത്താവേ പ്രഭാതത്തിലെ ധ്യാനത്തിലൂടെ ഞങ്ങൾക്ക് തന്നതോർത്ത് സ്തോത്രം. ദൈവമേ, സൗമ്യതയ്ക്കെതിരായി ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ പാപസ്വഭാവങ്ങളും ഞങ്ങളുടെ അഹവും കർത്താവെ ഈ പ്രത്യേക വചനത്തിലൂടെ കർത്താവെ പൂർണ്ണമായി മാറ്റുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. അങ്ങയുടെ ആ ഭാവം, സൗമ്യതയുടെ ഭാവം ഞങ്ങളിൽ വർദ്ധിച്ച് വളരുവാൻ തക്കവണ്ണം കൃപ ചെയ്യണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.